അമിത്ഷായെ ഇക്ഷ വരപ്പിച്ച KC വേണുഗോപാലിനെയാണ് ഇന്നലെ സഭയിൽ കാണാനായത്. പാർലമെന്റ് പ്രകമ്പനം കൊണ്ട നിമിഷങ്ങൾക്കായിരുന്നു സാക്ഷ്യം വഹിച്ചത്. കരുത്തുറ്റ തന്ത്രങ്ങളുമായി വന്ന അമിത്ഷായെയും ട്രഷറി ബെഞ്ചുകളെയും മുൾമുനയിൽ നിർത്തി KC വേണുഗോപാൽ നടത്തിയ പടയോട്ടം പ്രതിപക്ഷ നിരയ്ക്ക് പുത്തൻ ഉണർവ് നൽകി. ഭരണഘടനയുടെ 131 ഭേദഗതി ബില്ലും ഡീമിലിറ്റേഷൻ ബില്ലും അവതരിപ്പിക്കാൻ തുനിഞ്ഞ സർക്കാരിന് മുന്നിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് വേണുഗോപാൽ സ്വീകരിച്ചത്. ഇന്ത്യൻ ഫെഡറൽ സംവിധാനത്തിന് നേരെയുള്ള കടന്നുകയറ്റമാണ് ഈ ബില്ലുകളെന്ന് തുറന്നടിച്ച അദ്ദേഹം അമിത്ഷായുടെ വാദങ്ങളെ അക്കമിട്ട് നിരത്തി പ്രതിരോധിച്ചു. ബില്ലിന്റെ സാങ്കേതിക വശങ്ങളെക്കുറിച്ച് മാത്രമേ സംസാരിക്കാവൂ എന്ന അമിത്ഷായുടെ മുന്നറിയിപ്പുകളെ തള്ളിക്കളഞ്ഞുകൊണ്ട് ജനങ്ങളുടെയും സംസ്ഥാനങ്ങളുടെയും അവകാശങ്ങൾക്കായിട്ട് അദ്ദേഹം ശബ്ദമുയർത്തി. വനിതാ സംവരണത്തിന്റെ പേരിൽ സർക്കാർ നടത്തുന്നത് രാഷ്ട്രീയ നാടകമാണെന്ന് അദ്ദേഹം ആരോപിച്ചതോടെ സഭയിൽ വാഗ്വാദങ്ങൾ മൂർച്ഛിച്ചു. വോട്ടിംഗിലേക്ക് കടന്നപ്പോൾ KCയുടെയും പ്രതിപക്ഷത്തിന്റെയും കരുത്ത് വ്യക്തമായി. 537 അംഗങ്ങളിൽ 360 പേരുടെ പിന്തുണ വേണ്ടിയിരുന്ന ബില്ലിന് വെറും 278 വോട്ടുകൾ മാത്രമേ നേടാനായുള്ളൂ. NDA സഖ്യത്തിന് ആവശ്യമായ ഭൂരിപക്ഷം ലഭിക്കാതെ വന്നതോടെ ആഡംബരത്തോടെ അവതരിപ്പിച്ച ബിൽ നനഞ്ഞ പടക്കം പോലെ ചീറ്റിപ്പോയി. 2029 സംവരണം നടപ്പിലാക്കാമെന്ന പ്രധാനമന്ത്രിയുടെ വാഗ്ദാനങ്ങൾക്കും പ്രതിപക്ഷത്തിന്റെ ഉറച്ച നിലപാടിനെ മറികടക്കാനായില്ല. അമിത്ഷാ എന്ന അധികായന് മുന്നിൽ പതറാതെ നിന്ന് സഭയെ നിയന്ത്രിച്ച KC വേണുഗോപാൽ മോദി സർക്കാരിന്റെ അധികാര കേന്ദ്രങ്ങളെ വിറപ്പിച്ച നായകനെയായിട്ടാണ് ഇന്നലെ പാർലമെന്റിൽ തിറങ്ങിയത്. ഭരണപക്ഷത്തിന്റെ അംഗബലത്തെ കൃത്യമായ രാഷ്ട്രീയ നീക്കങ്ങളിലൂടെ KC നിഷ്പ്രഭമാക്കിയ കാഴ്ചയായിരുന്നു അവിടെ കണ്ടത്. താഴെ ആ വീഡിയോ കൊടുക്കുന്നു, കണ്ടു നോക്കാം. मान्यवर, आप पारित कराने की सहमति दो, अभी पेश करा देंगे. हाँ, 1 घंटा रुक जाएंगे. चलो, माननीय गृह मंत्री बता दो इनको, 1 घंटा रुक जाएंगे. कि तैयार है? 50% का बिल 1 घंटा रुक जाएंगे. पेश तैयार हो तो कर दें इनको. 1 सेकंड बैठ जाओ. बैठो. राजा जी एक मिनट मुझे सुनो. बता दो इनको. अगर इस बिल का विरोध करने का कारण 50% लिखित में चाहिए तो 1 घंटा सदन बंद कर दिए. मैं ऑफिशियल अमेंडमेंट लेकर आता हूं मान्यवर, मगर बिल पारित करने का वो वादा करती. अब वेणुगोपाल जी बताए क्या बिल पारित करेंगे? चलिए, सहमत हो? सदन में बात कर लेते. सहमत हो? अभी अमेंडमेंट लाएंगे. चलो सर, शुरू करते आगे. सर last minute. हाँ. Sir, last minute, yesterday onwards, when the bill introduced itself, entire opposition demanding we want this to be in the legislation. Number 2, the constitutional protection of the delimitation to the states, number of the seats in the state should be protected. We are asking the Home Minister whether are you ready to dealing the delimitation process along with the women reservation, number 1. Number 2, if you are ready to include the number of seats in each state by legislation by 50%, these 2 things, are you ready?